ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ടൈലറിങ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് ചെറിയൊരു ഗാർഡനിങ് വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ട് നട്ട താമരയിൽ മൊട്ട് വന്നിട്ട് അത് വിരിയുന്നത് വരെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്, ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഇത്ര ഈസി ആയിരുന്നു താമര നട്ട് വളർത്താൻ എന്ന് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ നട്ടത്. അപ്പോൾ ഇത്ര നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നട്ടതിൽ ഒരു മുട്ടയെങ്കിലും ഉണ്ടായിട്ട് കണ്ടാൽ മതി എന്ന് മാത്രമായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ 2 മുട്ടകൾ വന്നിട്ടുണ്ട്, പിന്നെ ചെറിയ മുട്ടുകളും അതിൽ കാണുന്നുണ്ട്. വളരെ ഈസിയാണ് കേട്ടോ താമര നമുക്ക് നട്ട് വളർത്താനായിട്ട്. മറ്റ് നമ്മൾ റോസാ ചെടിയൊക്കെ നടുന്നത് പോലെ ഒരു രോഗവും ഇതിന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇതിന് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത് നല്ല സൂര്യപ്രകാശമാണ്. ഞാനിത് നല്ല വെയിലുള്ള സ്ഥലത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഞാനിത് നട്ടിട്ട് ഒരു ട്യൂബറാണ് നട്ടത്. ഒറ്റ ട്യൂബർ ഒരു ടബിൽ നട്ടതാണ്. അപ്പോൾ നട്ടിട്ട് 2 മാസമായതേ ഉള്ളൂ. 2 മാസത്തിനുള്ളിൽ എനിക്കിതുപോലെ മൊട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ മൊട്ട് ഇതുപോലെ വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നല്ല വൈറ്റിൽ ഇതുപോലെ പിങ്ക് കളർ വരുന്നുണ്ട്, ചെറിയൊരു പിങ്കിഷ് കളറുണ്ട്. എനിക്ക് ഇതിൻ്റെ താമരയുടെ പേരൊന്നും അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ആദ്യത്തെ മൊട്ട് വിരിയാറായപ്പോൾ ഇതുപോലെ കുറച്ച് മൊട്ടുകൾ അവിടെ വന്നിട്ടുണ്ട്. ചെറിയതും വലിയതുമായിട്ടുള്ള മൊട്ടുകളുണ്ട് കേട്ടോ. ഇത് കുഞ്ഞൻ മൊട്ടാണ്. ഇതിനേക്കാളും ചെറിയൊരു മൊട്ടും കൂടി ഇവിടെ വരുന്നുണ്ട്. വളരെ സന്തോഷം തോന്നി കേട്ടോ. ഇത് ഞാനിപ്പോൾ നട്ടതിൽ 6-7 മൊട്ടുകൾ ടോട്ടൽ വന്നിട്ടുണ്ട്. ഇനി ഇത് വിരിഞ്ഞത് നോക്കാം കേട്ടോ. ഇതുപോലെ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. കൂടാതെ തന്നെ നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ട് കേട്ടോ താമരയ്ക്ക്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് താമര വളർത്തിയെടുക്കാമെന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടായ താമര ഞാൻ അമ്പലത്തിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, ആ അമ്പലത്തിലേക്ക് കൊടുത്തു. പിന്നെ നമുക്ക് ഉണ്ടായ താമരകൾ ചെടിയിൽ തന്നെ നിർത്തി. ഇതിൽ വിത്തുകളൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ. ഇതിൻ്റെ ട്യൂബർ തന്നെ വേണം നമ്മൾ നടാനായിട്ട്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങൾ ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗാർഡനിൽ ഇതുപോലെ ഒരു താമരയെങ്കിലും വളർത്തി നോക്കുക. വളരെ ഈസിയാണ്. എൻ്റെ അടുത്ത് ഈ താമര അല്ലാതെ കുറച്ച് ആമ്പലിൻ്റെ കളക്ഷൻ കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഇലയിൽ നിന്നും ചെടി ഉണ്ടാക്കിയിട്ട് നട്ട കുറച്ച് ആമ്പലും ഉണ്ട്. അതൊക്കെ ഇനിയൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഈ താമര വിടർന്നാൽ നമുക്കൊരു 3-4 ദിവസം വരെയൊക്കെ ഇങ്ങനെ കൊഴിയാണ്ട് നിൽക്കും കേട്ടോ. അത് ഇതളുകൾ കൊഴിഞ്ഞു പോകുന്നില്ല, അതിൽ തന്നെ ഉണങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് നടുന്നതോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം, അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ഇട്ടുതരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.